കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ നടനും ടിവിക്ക് അധ്യക്ഷനുമായ വിജയുടെ മൊഴിയെടുത്ത് CBI. മൊഴിയെടുപ്പ് 5 മണിക്കൂർ നീണ്ടു. പിന്നാലെ വിജയുടെ അഭിഭാഷകർ മൊഴിയുടെ പകർപ്പ് പരിശോധിച്ചു. 31 ചോദ്യങ്ങളായിരുന്നു CBI വിജയോട് ചോദിച്ചത്. അപകടത്തിന്റെ ഉത്തരവാദിത്തം പ്രാദേശിക ഭരണകൂടത്തിനാണെന്ന് വിജയ് മൊഴി നൽകി. പരിപാടി സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും ആൾക്കൂട്ടം ഒഴിവാക്കാനും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുമാണ് സ്ഥലത്തുനിന്ന് മാറിയതെന്നും വിജയ് മൊഴി നൽകി. ഇന്നലെ രാവിലെ 11 മണിയോടെയായിരുന്നു വിജയുടെ മൊഴിയെടുപ്പ് ആരംഭിച്ചത്. ഉന്നത വ്യക്തികളെ ചോദ്യം ചെയ്യുമ്പോൾ നടപടികൾ വീഡിയോയിൽ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ വിജയുടെ മൊഴിയെടുക്കുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ചിട്ടില്ല. ഈ നടപടി ഒഴിവാക്കിയത് എന്തിനാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ദുരന്തവുമായി ബന്ധപ്പെട്ട 31 ചോദ്യങ്ങളാണ് CBI വിജയ്ക്ക് മുന്നിൽ വെച്ചത്. ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ വിജയ് 7 മണിക്കൂറോളം വൈകിയത് എന്തുകൊണ്ട്, അവിടെ ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ വന്ന വീഴ്ചകൾ എന്നിവയെക്കുറിച്ചായിരുന്നു പ്രധാനമായും ചോദിച്ചത്. ഇതിനെല്ലാം വിജയ് മറുപടി നൽകി. ചില കാര്യങ്ങളിലെ വ്യക്തത കുറവ് പരിഗണിച്ചാണ് വിജയുടെ മൊഴി വീണ്ടും എടുക്കുവാൻ CBI തീരുമാനിച്ചത്. എന്നാൽ തീയതി മാറ്റി നൽകണമെന്ന് വിജയുടെ അഭിഭാഷക സംഘം ആവശ്യപ്പെടുകയായിരുന്നു. പൊങ്കൽ ഉത്സവത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടതുണ്ടെന്നായിരുന്നു വിജയുടെ അഭിഭാഷക സംഘം അറിയിച്ചത്. ഇത് CBI അംഗീകരിച്ചു. മൊഴിയെടുപ്പിനായി ഇന്നലെ രാവിലെയാണ് വിജയ് ഡൽഹിയിലെത്തിയത്. ടിവിക്ക് നേതാക്കളായ ആദവ് അർജുന, നിർമ്മൽ കുമാർ എന്നിവരും വിജയ്ക്കൊപ്പമുണ്ടായിരുന്നു. ഡൽഹി പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് വിജയ് CBI ആസ്ഥാനത്തേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം പണയൂരിലെ ടിവിക്ക് ആസ്ഥാനത്ത് നിന്ന് വിജയുടെ പ്രചാരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തിരുന്നു. കരൂർ ദുരന്തവുമായി 4 മാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് വിജയ് ഒരു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത്. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ വിജയ് എത്തിയിരുന്നില്ല. ടിവിക്ക് നേതാക്കളായ ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ, ആദവ് അർജുന എന്നിവരെ CBI ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. സെപ്റ്റംബർ 27 വൈകിട്ടായിരുന്നു രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. TVKയുടെ പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിശ്ചയിച്ചതിലും 6 മണിക്കൂർ വൈകിട്ട് 7 മണിയോടെയായിരുന്നു വിജയ് പരിപാടിക്ക് എത്തിയത്. ഈ സമയമത്രയും ഭക്ഷണവും വെള്ളവുമില്ലാതെ ആളുകൾ കാത്തുനിന്നു. വിജയ് പ്രസംഗം ആരംഭിച്ച അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ തളർന്നു തുടങ്ങി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസും TVK പ്രവർത്തകരും അടക്കമുള്ളവർ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യ ദിനം 38 പേരായിരുന്നു മരിച്ചത്. പിന്നീട് 3 പേരുടെ മരണം കൂടി സ്ഥിരീകരിക്കുകയായിരുന്നു.